ഈശോ മിശിഹായിൽ വാത്സല്യഭാജനങ്ങളായ സഹോദരങ്ങളെ, ശൂന്യമായ കല്ലറ വിശ്വാസം ആവശ്യപ്പെടുന്ന ഒരു മേഖലയാണ്. ശൂന്യമായ കല്ലറ കണ്ട് വിശ്വസിച്ചവർ ഉയർപ്പിക്കപ്പെട്ടതിൻ്റെ ആനന്ദത്തിലേക്ക് കടന്നു വന്നവരാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 6-ാം തിരുവചനം, അവൻ ഇവിടെയില്ല, താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. ശൂന്യമായ കല്ലറയുടെ അനുഭവത്തിൽ നിന്ന് വിശ്വാസത്തോടെ കരഞ്ഞപേക്ഷിച്ച്, ശാഠ്യഭാവത്തോടെ വിളിച്ചപേക്ഷിച്ച്, ഉത്ഥാനം ചെയ്ത തങ്ങളുടെ ഗുരുവിനെ കണ്ടെത്തി പാദങ്ങളിൽ കെട്ടിപ്പിടിച്ച് ആരാധിച്ച് ഉത്ഥാന ആനന്ദത്തിലേക്ക്, സമാധാനത്തിലേക്ക് കടന്നു വന്നവരാ മഗ്ദലന മറിയവും കൂട്ടരും. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും, അതായത് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും ഒന്നും നേടിയെടുക്കാൻ സാധിക്കാതെ ശൂന്യമായ ഒരവസ്ഥയിലേക്ക് കടന്നുപോയ പത്രോസും കൂട്ടരും കർത്താവിൻ്റെ വാക്കിൽ വിശ്വസിച്ച് ആഴത്തിലേക്ക് നീക്കി വലയിറക്കിയപ്പോൾ നിറവിൻ്റെ ആനന്ദത്തിലേക്ക്, ഉത്ഥാന അനുഭവത്തിലേക്ക് കടന്നു വന്നവരാ. ശൂന്യമായ മനസ്സോടെ അന്ധകാരം നിറഞ്ഞ ജീവിതത്തിലൂടെ മ്ലാനവദനരായി എമ്മാവുസിലേക്ക്, അതായത് അസ്തമയത്തിലേക്ക് കൂപ്പുകുത്തിയ ശിഷ്യന്മാർ മുറിയപ്പെട്ടവനെ, തകർക്കപ്പെട്ടവനെ, ഉയർപ്പിക്കപ്പെട്ടവനെ സ്വീകരിച്ചപ്പോൾ കണ്ണുകൾ തുറക്കപ്പെട്ട് ഹൃദയം ജ്വലിപ്പിക്കപ്പെട്ട് വലിയ സന്തോഷത്തിലേക്ക് കടന്നു വന്നവരാ. നീണ്ട വർഷത്തെ വന്ധ്യതയുടെ ശൂന്യതയെ ആഴമേറിയ വിശ്വാസത്താൽ മറികടന്ന് ആനന്ദത്തിൻ്റെ പ്രതിരൂപമായ ഇസഹാക്കിനെ സ്വീകരിച്ചവനാ അബ്രാഹാം. 40 വർഷത്തെ മരുഭൂമി യാത്രയുടെ കാഠിന്യം മന്നയിലൂടെയും കാടപ്പക്ഷിയിലൂടെയും പാറയിൽ നിന്നുള്ള വെള്ളത്തിലൂടെയും ചെങ്കടലിന് കുറുകെയുള്ള രാജകീയ വീതിയിലൂടെയും മറികടന്ന് ഇസ്രായേൽ ജനം എത്തുന്നത് ഒരു ഉത്ഥാനത്തിൻ്റെ ആനന്ദത്തിലേക്കാണ്. തേനും പാലും ഒഴുകുന്ന കാനാൻ നാട്ടിലേക്കാണ്. വിശ്വാസത്തോടു കൂടിയുള്ള നോഹിൻ്റെ പെട്ടകയാത്രയിലും അറാറത്ത് പർവ്വതമെന്ന ഒരു ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. യജമാനത്തിയായ സാറായുടെ ക്രൂരമായ പെരുമാറ്റത്തിലും മരുഭൂമി യാത്രയിലും ശൂന്യത അനുഭവിച്ചവളാണ് പൂർണ്ണ ഗർഭിണിയായ ഹാഗാറെങ്കിലും അവിടെയും നീരോർവ ആസ്വദിക്കുന്നവളായി ഹാഗാർ മാറിയില്ലേ? തീച്ചുളയുടെ നടുവിലും കീർത്തനം പാടി കുളിർമ സ്വീകരിച്ച മെഷാക്കും ഷദ്രാക്കും അഭന്നഗോയും, സിംഹക്കുഴിയിൽ ദൈവത്തെ സ്തുതിച്ച് മോചനം പ്രാപിച്ച ദാനിയേലും, അർദ്ധരാത്രിയിൽ തടവറ അനുഭവത്തിൽ കീർത്തനം പാടി മോചനം പ്രാപിച്ച പൗലോസും സീലാസും ഉത്ഥാന അനുഭവത്തിലേക്ക് കടന്നു വന്നവരാണ്. യോനായിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യം കാത്തിരുന്ന നിനവേ നിവാസികളും ഉപവാസത്തിലൂടെ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റി മാനസാന്തരത്തിൻ്റെ ആനന്ദത്തിലേക്ക് കടന്നു വന്നവരാ. കർത്താവിൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിച്ച മനോവായും ഭാര്യയും സാംസണിലൂടെ വന്ധ്യത നീക്കി ഇസ്രായേൽ ജനത്തെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ച് ഉത്ഥാന ആനന്ദത്തിലേക്ക് നയിച്ചവരാ. ലോകരക്ഷകനെ കാത്തിരുന്ന ഇസ്രായേൽ ജനത്തിന് അതിനായി വഴിയൊരുക്കുന്ന സ്നാപയോഹന്നാനെ നൽകി വന്ധ്യയായിരുന്ന എലിസബത്തും ലോകരക്ഷകനെ ഉത്ഥിതനെ തന്നെ നൽകി കന്യകയായ പരിശുദ്ധ അമ്മയും ഈ ആനന്ദത്തിൻ്റെ നിറവിലേക്ക് നമ്മെ നയിച്ചവരാ. നമുക്കും നമ്മുടെ ഹൃദയത്തിൽ ഉറങ്ങിക്കിടക്കുന്ന യേശുവിനെ ഉണർത്തി ഉജ്ജ്വലിപ്പിച്ച് ഉയർപ്പിച്ച് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിലെ കാറ്റും കോളും ശമിപ്പിച്ച് സമാധാന കർത്താവിനെ പകർന്നു നൽകാം. സ്തുതിയായിരിക്കട്ടെ.